ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ? പിന്നെ നമ്മളിപ്പോൾ പ്രീവിയസ് ക്ലാസ്സിൽ എവിടെ വരെ എടുത്തിട്ടുണ്ടായിരുന്നു? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് എന്തായിരുന്നു ഡിസ്കസ് ചെയ്തത് ഓർമ്മയില്ലേ? നമ്മളെ പ്രോജക്റ്റിനെ കുറിച്ചിട്ടായിരുന്നു അല്ലേ? നമ്മളെ പ്രോജക്റ്റിന്റെ ഫസ്റ്റ് ഷീറ്റിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തില്ലേ? നമ്മൾ സ്റ്റാർട്ട് ചെയ്തില്ലേ? പിന്നെ അതിന് മുൻപ് നമ്മൾ വർക്കായിട്ട് ചെയ്തത് എന്തായിരുന്നു? മോഡ് ബോർഡ് ക്രിയേഷൻ ആയിരുന്നു. അപ്പോൾ എല്ലാവരും വർക്കൊക്കെ അയച്ചു തന്നിട്ടുണ്ട്, പെർഫെക്റ്റ് ആണ്, ഓക്കെ ആണ്. പക്ഷെ നമുക്ക് ഇനി ബാക്കിയുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്കതിന്റെ പ്രസന്റേഷൻ ബാക്കിയാണ് അല്ലേ? നിങ്ങൾ ചെയ്തിട്ടുള്ളത് നിങ്ങൾ എല്ലാവരും അയച്ചു തന്നു, അത് ഓക്കെ ആണ്. പക്ഷെ നമുക്ക് ഇനി അതിന്റെ ലൈവ് ക്ലാസ്സിൽ പ്രസന്റേഷൻ വേണ്ട, ഇന്ററാക്ഷൻ ക്ലാസ്സിൽ. അപ്പൊ അത് നമുക്ക് ഇപ്പോഴും ബാക്കിയാണ്, അതും കൂടെ ചെയ്യാണ്ട് അല്ലേ? അപ്പൊ അത് ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, നമ്മളെ സൈറ്റ് അനാലിസിസ് ഷീറ്റിന്റെ പ്രസന്റേഷൻ റിവ്യൂ സെക്ഷൻ എടുക്കാൻ. അത് നമുക്ക് ലൈവ് ക്ലാസ്സിൽ എടുക്കാൻ വേണം. അപ്പൊ നമ്മൾ ഒരു വീക്ക് ആയിരുന്നു, 1 വീക്ക് ടൈം അല്ലേ ഡ്യൂറേഷൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇനി ഈ ഫ്രൈഡേ വേണം അതിന്റെ റിവ്യൂ എടുക്കാൻ കേട്ടോ. അപ്പൊ നമുക്ക് ഇന്ന് എടുക്കാനുള്ളത് ഐസോമെട്രിക് പ്രൊജക്ഷൻസ് എന്ന് പറയും. ഈ ഐസോമെട്രിക് പ്രൊജക്ഷൻസ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പ്രൊജക്റ്റ് തുടങ്ങിയതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ എടുത്തത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇനി പ്രൊജക്റ്റിൽ കുറച്ച് വ്യൂസും അതുപോലെ 3D കാര്യങ്ങൾ അങ്ങനെ എലവേഷന് വ്യൂസ് ഒക്കെ വരയ്ക്കാനുണ്ട്. അപ്പോൾ അത് വരയ്ക്കാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഐസോമെട്രിക് പ്രൊജക്ഷൻസ് എന്ന് പറയുന്നത്. നമുക്കൊരു ആക്സോണോമെട്രിക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ഓർത്തോഗ്രാഫിക്, ഐസോമെട്രിക് എന്ന് പറഞ്ഞ രണ്ട് സംഭവമുണ്ട്. 2Dന്ന് 3D ആക്കൽ, പിന്നെ 3D 2D വരയ്ക്കുന്നത്, 2D നോക്കിയിട്ട് 3D വരയ്ക്കുക, 3D നോക്കിയിട്ട് 2D സൈഡുകൾ വരയ്ക്കുക, അങ്ങനെയുള്ള കുറച്ച് ഡ്രോയിങ്സ് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പം ഈ ഒരു സെക്ഷൻ എടുക്കുന്നത്. എന്നാലും നമുക്ക് പ്രോജക്റ്റിൽ ഇതിന്റെ ബാക്കി നമുക്ക് ചെയ്യുമ്പോൾ വ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മനസ്സിലാകുള്ളൂ എങ്ങനെയാണ് എന്താണെന്നുള്ളത് കേട്ടോ. നമുക്ക് പെർസ്പെക്റ്റീവ്, ഐസോമെട്രിക്, ഓർത്തോഗ്രാഫിക് അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് എല്ലാതും അങ്ങനെ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ജസ്റ്റ് ഐസോമെട്രിക് നമുക്ക് സിലബസിൽ നോക്കിയിട്ട് അങ്ങനെ പഠിക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് സിലബസിൽ വരുന്ന കാര്യം അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഇത് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാസ്സും കൂടെ തന്നിട്ട് നമുക്ക് നമ്മളെ പ്രോജക്റ്റ് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കുന്നത് ഐസോമെട്രിക് പ്രൊജക്ഷൻസ്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷനും കുറച്ച് അതുപോലെ തന്നെ മോഡലായിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളും എങ്ങനെയാണ് ഒരു ഐസോമെട്രിക്കിനെ നമ്മൾ ഇതിലേക്ക് മാറ്റുന്നത്, 2Dനെ ഐസോമെട്രിക് ആക്കുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഐസോമെട്രിക് is a type of 3D drawing used to visually represent a three-dimensional object in two dimensions. ഐസോമെട്രിക് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഒരു 3D ഡ്രോയിങ് ആണ്. അതെന്തെയിലാണ് യൂഷ്വലി യൂസ്ഡ് ടു വിഷ്വലി റെപ്രസെന്റ് 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റ്. നമുക്ക് ഒരു 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2 ഡയമെൻഷനിൽ ഒരു 3D ഡ്രോയിങ്ങിനെ നമുക്കൊരു ഒബ്ജക്റ്റിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വരക്കുന്നതാണ് ഈ ഐസോമെട്രിക് എന്ന് പറയുന്നത്. Isometric drawing is a method of representing an object where the three principal axes length, width, height അല്ലെ ലെങ്ത്, വിഡ്ത്ത്, ഡെപ്ത് നമ്മൾ പറയല്ലോ. അപ്പൊ അങ്ങനെയുള്ള നമുക്ക് ഈ 3 ആക്സസും കൂടെ നമുക്ക് അറിയാൻ വേണ്ടി, അല്ലെങ്കിൽ 3 ആക്സസും റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വരക്കുന്നതാണ് ഈ ഐസോമെട്രിക് ഡ്രോയിങ് എന്നുള്ളത്. ഇത് നമ്മൾ വരക്കൽ 120 ആംഗിളിലാണ്. പിന്നെ കറക്റ്റ് നമ്മളെല്ലാ ഡയമെൻഷൻസും കറക്റ്റ് ആയിട്ടുള്ള സ്കെയിലിൽ തന്നെ കാണിക്കാൻ വേണം. പിന്നെ ഇതിന്റെ ഒരു കീ ഫീച്ചേഴ്സ് എന്താ വെച്ചാൽ നോ പെർസ്പെക്റ്റീവ് ഡിസ്ട്രോഷൻ. ഇതിൽ പെർസ്പെക്റ്റീവ് ആയിട്ടുള്ള ഡ്രോയിങ്സ് ഉണ്ടാവില്ല. പാരലൽ ലൈൻസ് ഒക്കെ കറക്റ്റ് പാരലൽ ആയിട്ട് തന്നെ ആയിരിക്കും ഉണ്ടാവുക. പാരലലും പെർപെൻഡിക്കുലറും അറിയില്ല നിങ്ങൾക്ക്, ഇല്ലെങ്കിൽ നമുക്ക് ഡ്രോയിങ്സ് വെച്ചിട്ട് പറയാം. യൂസ്ഡ് കോമൺലി ഇൻ ആർക്കിടെക്ചറൽ, എഞ്ചിനീയറിംഗ് ആൻഡ് ഇന്റീരിയർ ഡിസൈൻ ഡ്രോയിങ്. നമ്മൾ ഈ ഐസോമെട്രിക് കോമൺലി യൂസ് ചെയ്യൽ എന്തിലൊക്കെയാണ്? ആർക്കിടെക്ചറിൽ, എഞ്ചിനീയറിംഗിൽ, അതുപോലെ തന്നെ ഇന്റീരിയർ ഡിസൈനിങ്ങിലൊക്കെയാണ് നമ്മൾ എന്തെങ്കിലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കുന്നതിൽ നമുക്ക് ഐസോമെട്രിക് എന്താ ഇന്റീരിയർ ഡിസൈൻ ഡ്രോയിങ്സിലാണ് നമുക്ക് ആവശ്യം. ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ്. നമുക്കിപ്പോൾ വോളിയം, ഡെപ്ത്, സ്പേഷ്യൽ റിലേഷൻഷിപ്സ് ക്ലിയർലി കറക്റ്റായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഐസോമെട്രിക് ഡ്രോയിങ് വരക്കുന്നത്. അപ്പോൾ നമുക്കൊരു 2D കണ്ടാൽ നമുക്ക് അതിന്റെ പ്രൊജക്ഷൻ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഒരു 3D എങ്ങനെയായിരിക്കും എന്ന് കറക്റ്റായിട്ട് മനസ്സിലാവില്ല. അപ്പോൾ നമ്മളതിന്റെ 3D കാര്യങ്ങൾ വരച്ചതിന് വോളിയം, ഡെപ്തും സ്പേഷ്യൽ റിലേഷൻഷിപ്സ് ഒക്കെ കാണിച്ച് വരച്ചാൽ നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാകും. അപ്പോൾ അതെന്ത് ചെയ്യും, നമുക്കത് ഐസോമെട്രിക് വ്യൂ ആയിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ നമുക്ക് ഇതിനെ ഓരോ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം, ഓരോ സ്റ്റെപ്പ് വൈസ് ആയിട്ട് നോക്കാം. സ്റ്റെപ്സ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ഐസോമെട്രിക് സ്കെച്ചസ് ബിഗിൻ വിത്ത് ഡിഫൈനിങ് ഐസോമെട്രിക് ആക്സസ്. ഐസോമെട്രിക് സ്കെച്ചസ് ബിഗിൻ വിത്ത് ഡിഫൈനിങ് ഐസോമെട്രിക് ആക്സസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഐസോമെട്രിക് സ്കെച്ചസ് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കൊരു ഐസോമെട്രിക്കിനായിട്ടുള്ള ഒരു ആക്സസ് ഉണ്ട്. അതായത് 3 ലൈൻസ്, അതേപോലെ ഒരു 1 വെർട്ടിക്കൽ ആൻഡ് 2 ഡ്രോൺ അറ്റ് 3 ഡിഗ്രി ഫ്രം ദി ഹൊറിസോണ്ടൽ. ഈ ഹൊറിസോണ്ടൽ ലൈനിൽ നിന്ന് നമുക്ക് 3 ഡിഗ്രി അല്ല 30 ഡിഗ്രി കേട്ടോ. ഹൊറിസോണ്ടൽ ലൈനിൽ നിന്ന് ഇതിപ്പോൾ നമുക്ക് നമ്മളെ ഹൊറിസോണ്ടൽ ലൈന്, ബെൻഡ് ആയിപ്പോയി. നമുക്കിതാണ് നമ്മളെ ഹൊറിസോണ്ടൽ ലൈനായിട്ട് വരുന്നത് ഈ ഒരു സംഭവമാണല്ലോ. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ നിന്ന് നമ്മൾ 30 ഡിഗ്രി മാർക്ക് ചെയ്യുക. നമ്മൾ ഈ പൊട്രാക്ടർ എന്ന് പറയില്ലേ, പൊട്രാക്ടർ അല്ലെങ്കിൽ മട്ടം, ഈ പറയുന്ന സംഭവം, അതിൽ നിന്ന് നമ്മൾ സെൻട്രൽ ലൈൻ, വെർട്ടിക്കലി ഒരു ലൈൻ മാർക്ക് ചെയ്തിട്ട്
നമുക്ക് ഈ സൈഡിലോട്ടും 30 മാർക്ക് ചെയ്യുക, ഈ സൈഡിലോട്ടും 30 മാർക്ക് ചെയ്യുക. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ ബാക്കി ഡ്രോയിങ്സ് വരക്കുക. നമുക്ക് ഇതിലേന്ന് നമ്മൾ ഓരോ ലൈൻസും പാരലൽ ആയിട്ടൊക്കെയാണ് നമ്മൾ കാണിക്കുക. ഇപ്പോൾ ഒരു ബോക്സ് ആണെങ്കിൽ ഇങ്ങനെ ഈ ലൈനിന് പാരലൽ ആയിട്ട് അങ്ങനെ ഓരോ ലൈൻസിനും പാരലൽ ആയിട്ടാണ് നമ്മൾ കാണിക്കുക. അപ്പോൾ ആ രീതിക്ക് നമ്മൾ ഐസോമെട്രിക് വ്യൂ വരക്കുന്നതിനാണ് നമ്മൾ കാണിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ ഇതിലുള്ള ലൈൻ നിങ്ങൾ കണ്ടല്ലോ, ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു, എന്നിട്ട് അതിൽ നിന്ന് 30 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് വെർട്ടിക്കൽ ലൈൻ വരച്ചിട്ട് രണ്ട് സൈഡിൽ നിന്നും 30 ഡിഗ്രി മാർക്ക് ചെയ്തു. ഇനി നമ്മൾ എല്ലാത്തിനും പാരലൽ ആയിട്ട് നമ്മൾ ലൈൻസ് കൊടുക്കും. നമ്മൾ ഒരിക്കലും പെർസ്പെക്റ്റീവ് ഡ്രോയിങ്സ് ആയിട്ട് ചെയ്യുന്നില്ല. ഓക്കെ, നമുക്ക് സ്റ്റെപ്പ് 2 നോക്കിങ്ങൾ. 3 lines of the isometric axis represent the 3 primary dimensions of the object. width, height and depth. നമുക്ക് widthും ഹൈറ്റും ഡെപ്തും കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, 3 lines കാണിച്ചു. ഇപ്പം ഇതിൽ നമ്മൾ നേരത്തെ കണ്ട ആ ലൈൻസ് ഉണ്ടല്ലോ, അതങ്ങനെ ബോൾഡ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റത്തെ ലൈൻ ഇതാണ്, ആ ബേസ് ലൈൻ ഹൊറിസോണ്ടൽ. പിന്നെ നമ്മൾ നേരത്തെ കഴിഞ്ഞ സ്റ്റെപ്പ് 1 പറഞ്ഞത് ഇത്ര ഏരിയ ബോൾഡ് ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഡെപ്ത് അറിയണമെങ്കിൽ നമ്മൾ ഡെപ്ത് എത്രയാണ് നോക്കിയിട്ട് അത്രയും ഇവിടേക്ക് കൊടുക്കുക, വിടുത്ത് നോക്കിയിട്ട് കൊടുക്കുക, ഹൈറ്റ് എത്ര കൊടുക്കുക. അപ്പം നമുക്കൊരു ബോക്സ് ആണെങ്കിൽ നേരത്തെ ജസ്റ്റ് മാർക്ക് ചെയ്ത പോലെ ഇങ്ങനെ നമുക്ക് പാരലൽ ആയിട്ട് ഓരോ ലൈനിന്, ഈ ലൈനിന് പാരലൽ ആയിട്ട് ഈ ലൈൻ വരക്കുക. അപ്പം ആ രീതിക്ക് നമുക്ക് ചെയ്യാം. നമുക്ക് ഇനി നെക്സ്റ്റ് ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പം നമ്മളത് എക്സ്റ്റെൻഡ് ചെയ്തു കേട്ടോ. നമ്മൾ ഹൈറ്റും വിടുത്തും ഡെപ്തും നോക്കിയിട്ട് നമ്മൾ അതിനെ എക്സ്റ്റെൻഡ് ചെയ്തു അല്ലേ. ഇനി നമുക്ക് അതിന്റെ ബാക്കി ഡ്രോയിങ്സ് എത്രത്തോളം വരും നോക്കാം. ഇതാ ഇപ്പൊ കണ്ടോ, ഇതിലിപ്പോ നമുക്ക് നമ്മളെ കയ്യിൽ ഉണ്ടായിരുന്നത് എന്തായിരുന്നു, ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഉണ്ടായിരുന്നു അല്ലേ. എന്നിട്ട് അതിൽ നമ്മളൊരു വെർട്ടിക്കൽ ലൈൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, രണ്ട് സൈഡിലേക്കും 30 മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ അതിന്റെ ഹൈറ്റും ഡെപ്തും വിടുത്തും നോക്കിയിട്ട് എക്സ്റ്റെൻഡ് ചെയ്തു അല്ലേ. എന്നിട്ട് നമുക്ക് ഇതാ ഹൈറ്റ് ഇതാണ്, ഡെപ്ത് ഇതാ, വിടുത്ത് ഇതൊക്കെ നോക്കി. എന്നിട്ട് ഈ ലൈൻ ഉണ്ടല്ലോ, നമ്മൾ ഈ 4 എന്ന് മാർക്ക് ചെയ്ത ഈ ലൈനിന് പാരലൽ ആയിട്ട് ഈ 3 to 6 വരെയുള്ള ഈ ലൈൻ ഉണ്ടല്ലോ, അത് വരച്ചു. ഓക്കെ, പിന്നെ അതുപോലെ ഈ 2ക്ക് പാരലൽ ആയിട്ട് നമ്മൾ ഈ 5ന്റെ ലൈനും വരച്ചു. ഓക്കെ, അപ്പൊ ഇത് കറക്റ്റ് ഡിസ്റ്റൻസ് ആയിരിക്കുമല്ലോ ത്രൂ ഔട്ട്, അപ്പൊ കറക്റ്റ് വരച്ചു. പിന്നെ അത് നമ്മൾ ഇത് ഇങ്ങോട്ട് ജോയിൻ ചെയ്തു, ഈ രണ്ട് സൈഡും ജോയിൻ ചെയ്തു. ഇനി നമുക്ക് ഇതൊന്ന് കൂട്ടി മുട്ടിക്കുന്ന രീതിയിൽ, അതായത് ഇതിന്റെ സെന്റർ ഇങ്ങനെ വരുന്ന രീതിയിൽ ഇങ്ങനെ വരച്ചാൽ കറക്റ്റ് കിട്ടും. ഇങ്ങനെ ഞാൻ വരച്ച കുറച്ച് വളഞ്ഞിട്ടുണ്ട്, അതങ്ങനെ വരയ്ക്കുമ്പോൾ കോർണർ ആയിട്ട് കിട്ടുമല്ലോ, അപ്പൊ ആ രീതിക്ക്. പിന്നെ അല്ലെങ്കിൽ അങ്ങനെ നോക്കണം നിങ്ങൾ. ഇപ്പൊ നമ്മൾ ഇതിങ്ങനെ വരച്ചല്ലോ, അതായത് ഒരു മിനിറ്റ്, ഇപ്പൊ നമ്മൾ ഈ ഒരു ലൈൻ വരച്ചല്ലോ, ഈ ലൈൻ വരച്ചതിന് പാരലൽ ആയിട്ട് വീണ്ടും ഇവിടെ ഒരു ലൈന് കണ്ടോ. അതുപോലെ നമ്മൾ ഈ വരച്ച ലൈനിന് പാരലൽ ആയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ. ഓക്കെ, അപ്പൊ എന്തായി, നമുക്ക് ഈ ഒരു ഐസോമെട്രിക് ബ്ലോക്ക് കിട്ടിയില്ലേ, കിട്ടി. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ ഐസോമെട്രിക് വ്യൂസും വരക്കുന്നത്. ഇപ്പൊ നമ്മൾ എല്ലാത്തിലും ഇങ്ങനെയൊന്നും അല്ല വരക്കട്ടോ, നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് സോൾവ് ചെയ്യുന്ന രീതിയിൽ. ഞാൻ പ്രോബ്ലംസ് സൊല്യൂഷനും രണ്ടും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്താന്ന് വെച്ചാല് അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 2D തന്നിട്ട് അത് 3Dയിലോട്ട് മാറ്റുന്ന രീതിയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അത് നോക്കിയിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ ഇതിന്റെ സ്റ്റെപ്പ് 4 ജസ്റ്റ് നോക്കുക. ആഡ് ഡീറ്റെയിൽസ് ടു ദ ബ്ലോക്ക് സ്റ്റാർട്ടിങ് ഫ്രം ദ ഫ്രണ്ട് ഫേസ്, ദെൻ ആഡ് ഡീറ്റെയിൽസ് ടു ദ അതർ ഫേസ്. ഇപ്പൊ ഇതിൽ നമുക്ക് സൈസും കാര്യങ്ങളും കിട്ടിയാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ചെയ്തൂടെ. ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടത് ജസ്റ്റ് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ബോക്സ് ആയിട്ട് കൊടുത്തു. ഇനി തന്നെ വരുന്നത് നമുക്ക് നോക്കിങ്ങള്, ആ ബോക്സ് നമ്മൾ ഇങ്ങനെ ഒരു കട്ട് ചെയ്തിട്ട് ഒരു ഷേപ്പിലോട്ട് മാറ്റുമ്പോൾ അങ്ങനെ ഓരോ വ്യൂസിൽ ഓരോ സൈഡിലേക്ക് മാറ്റാം, നമുക്ക് ഓരോ ഡെപ്ത് എടുക്കാം കറക്റ്റ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫിഗർ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇപ്പം ഇതിൽ കണ്ട നിങ്ങൾ ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തതാണ്, ഇത്ര ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കളഞ്ഞതാ. അപ്പൊ നമുക്ക് എന്ത് ചെയ്തു, അവിടെ വേറൊരു ഷേപ്പിൽ കിട്ടി. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് 2D വെച്ചിട്ട് ഡിഫൈൻ ചെയ്തിട്ടാണ് നമ്മൾ നോർമലി ചെയ്യുക. പിന്നെ then നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് ഡാർക്കൺ ഓൾ വിസിബിൾ ലൈൻസ് ടു കംപ്ലീറ്റ് ഐസോമെട്രിക് സ്കെച്ച്. നമ്മൾ ഈ കട്ട് ചെയ്ത ഭാഗങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നല്ല ഡാർക്കൺ ആയിട്ട് തന്നെ കൊടുക്കുക. പിന്നെ കൺസ്ട്രക്ഷൻ ലൈൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, ലൈറ്റ് വെയിറ്റിലും കൊടുക്കുക. അത്രേ ഉള്ളൂ. ഇത് നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് കുറച്ച് സ്റ്റഡി ഇലുസ്ട്രേഷൻസ് ഉണ്ട്, അത് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. എന്നാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഇനി മുതലുള്ള നമുക്ക് കറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്ത് നമുക്ക് ഐസോമെട്രിക് എങ്ങനെ വരക്കാന്നുള്ളതേ കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ നോക്കിങ്ങള്, ഇതിപ്പോ ഇതിൽ നമുക്ക് ഫസ്റ്റ് വന്ന എന്താണ്, പെന്റഗൺ ആണ് അല്ലെ. 5 സൈഡ് വരുന്ന പെന്റഗൺ. അപ്പോ നമ്മൾ എന്ത് ചെയ്തു, ഇത് പെന്റഗണിന്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ വരച്ച് കാണിച്ചിട്ടുണ്ടല്ലോ, ഇവിടെ ABCD എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ വരച്ചു. ഇപ്പൊ ഇതിനെ നമ്മൾ പൊക്കുകയാണെങ്കിൽ, അതായത് ഇതിനെ 3D നമ്മൾ വരക്കുകയാണെങ്കിൽ ഏത് രീതിക്കായിരിക്കും വരിക എന്നുള്ളത് ഇപ്പുറത്ത് കാണിച്ചിട്ടില്ലേ. ഇനി വേണമെങ്കിൽ നമുക്ക് ഇവിടെ വേറെ ജസ്റ്റ് വരക്ക് തന്നെ ചെയ്യാം.
ഇത് വരക്കുമ്പോൾ വിചാരിച്ച പോലെ കിട്ടുന്നില്ല, ആ ഒരു പ്രശ്നമാണ്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ നമ്മളിത് വരക്കുമ്പോൾ ഒരിക്കലും നമുക്ക് നേരെ വരക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഞാൻ ഈ വരച്ച രീതിയിൽ വരക്കാൻ പറ്റുമോ? ഇല്ല. അത് നമ്മൾ എന്ത് ചെയ്യണം, ഐസോമെട്രിക് എന്ന് പറയുമ്പോൾ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഇട്ടിട്ട് അതിൽ നിന്ന് നമുക്ക് 30 മാർക്ക് ചെയ്യണം, അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ 30 മാർക്ക് ചെയ്യണം. ആ രീതിക്ക് ചെയ്യണ്ടേ, എന്നാലേ നമുക്ക് കറക്റ്റ് ആയിട്ട് ആക്സസും കാര്യങ്ങളും കിട്ടുള്ളൂ. അതങ്ങനെ ഏത് രീതിയിലാണ് നമ്മൾ ഷേപ്പിനനുസരിച്ച് നോക്കിയിട്ട് വേണം മാർക്ക് ചെയ്യാൻ. ഇതിപ്പോൾ നമ്മൾ ഇതിൽ വിചാരിച്ച പോലെ വരക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇതിലിങ്ങനെ ഒരു ഇത് മാർക്ക് ചെയ്തു, കണ്ടോ, മാർക്ക് ചെയ്തു. ദെൻ ഇങ്ങോട്ടേക്ക് 30, ഇങ്ങോട്ടേക്കും 30 മാർക്ക് ചെയ്തു. എന്നിട്ട് 30 മാർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്ത്, 30 മാർക്ക് ചെയ്തു. എന്നിട്ട് പെന്റഗണിന്റെ ആംഗിൾ എത്രയാന്ന് നോക്കിയിട്ട് ഈ കോർണറിന് അങ്ങോട്ടേക്ക് വരച്ചു. അങ്ങനെ ഓരോ ആംഗിളും കറക്റ്റ് നോക്കിയിട്ട് വരച്ചു, മാർക്ക് ചെയ്തു. എന്നിട്ട് ഓരോ കോർണറിനും ഇങ്ങനെ എന്ത് ചെയ്തു, ഡോട്ട് ഇട്ട് എന്ത് ചെയ്തു, അതിന്റെ 3D വ്യൂ എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്, അല്ലേ? നമുക്ക് മനസ്സിലാകുന്നില്ലേ? 3D വ്യൂ എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പൊ നമ്മളല്ലേ കറക്റ്റ് ഇതാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാകും, കറക്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഷേപ്പിൽ അങ്ങനെ കിട്ടില്ലേ? നമ്മളിതിങ്ങനെ ത്രൂ ഔട്ട് ചെയ്ത് കളർ കൊടുത്താൽ നമുക്ക്, അല്ലെങ്കിൽ നമ്മളൊരു മോഡൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് നമുക്കത് കിട്ടും. മോഡൽ മേക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മോഡൽ മേക്കിങ്സ് ഒക്കെ ഉണ്ടാക്കും, ഇങ്ങനെ ഐസോമെട്രിക് ഇതിലേക്ക് മാറ്റുന്നതൊക്കെ കേട്ടോ. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്തു, അപ്പൊ ഇതിന്റെ 3D കിട്ടി. ഇപ്പൊ എങ്ങനെയാണ് എന്നുള്ളൊരു ഐഡിയ കിട്ടിയില്ലേ 3D വരക്കാന്. അപ്പൊ നമുക്ക് 2D തന്നിട്ട് 3D ചെയ്യാനായിരിക്കും നമ്മോട് പറയാ. ഓക്കെ, ഇനിയിപ്പോ ഹെക്സഗൺ ആണെങ്കിൽ നോക്കി നിങ്ങള്, നമുക്ക് 6 സൈഡ് വരുന്ന ഹെക്സഗൺ ഇപ്പൊ നമുക്ക് അതുപോലെ തന്നെ ഒരു ബേസ് തന്നിട്ടുണ്ട് അല്ലെ, ഐസോമെട്രിക് വ്യൂ ഓഫ് ഹെക്സഗൺ പ്രിസം. എന്താ ഇതിൽ എന്ത് ചെയ്തു, നമുക്ക് ഒരു ബേസ് തന്നു, രണ്ട് സൈഡിലേക്കും നമ്മൾ ആംഗിൾ മാർക്ക് ചെയ്തു, 30 ഡിഗ്രി ആംഗിൾ മാർക്ക് ചെയ്തു. ദെൻ പിന്നെ എന്ത് ചെയ്തു, നമ്മൾ ഹെക്സഗൺ അതിൻ്റെ ഉള്ളിൽ കൊള്ളുന്ന രീതിയിൽ വരച്ചു, ഓരോ സൈഡും വരച്ച് കാണിച്ചു. 6 സൈഡ്സ് അല്ലേ ഉള്ളത്, വരച്ചു. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തു, നമ്മൾ 3D വരച്ചു. ഇനി ദെൻ പെന്റഗൺ ആണെങ്കിൽ നമ്മൾ ഈ അതും മറ്റൊരു രീതിയിൽ നമ്മൾ പെന്റഗൺ കാണിക്കുന്നത്, അതായത് പെന്റഗൺ ഇങ്ങനെ സ്റ്റാൻഡ് ചെയ്യുന്ന രീതിയിൽ കാണിക്കുമ്പോൾ ബാക്കോട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള രീതിയിൽ സിലിണ്ടറിലൊക്കെ വരക്കുമല്ലോ, ആ രീതിക്ക് നമ്മൾ കാണിച്ചു. അപ്പോഴും നിങ്ങൾ നോക്കി എങ്ങനെയാണ് വരുന്നത് നോക്കി, ഈസി അല്ലേ? ഇതിപ്പോ എക്സ്റ്റെൻഡ് ചെയ്യാൻ പണിയൊന്നുമില്ലല്ലോ, മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ഇതെന്താ, നമ്മളിങ്ങനെ റഫ് ഷീറ്റ് ആയിട്ട് വരക്കുമ്പോൾ വിചാരിച്ച പോലെ വരക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ കറക്റ്റ് ആയിട്ട് സ്ട്രൈറ്റ് ലൈൻ കിട്ടുന്നില്ല, ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതാണ് വേറെ എക്സ്ട്രാ വരച്ച് കാണിക്കാൻ പറ്റാത്തത്. അങ്ങനെ വരച്ചിട്ട് ഇപ്പൊ ഇതിൽ നമുക്ക് ഒറ്റ ഫേസിലാണ് ഇത് കൊടുത്തിട്ടുള്ളത് അല്ലേ, രണ്ടാമത്തെ പെന്റഗൺ കാണിച്ചിട്ടുള്ളത് ഒറ്റ ഒരു ഫേസിലേ കാണിച്ചിട്ടുള്ളൂ അല്ലേ, ഇങ്ങോട്ടേക്ക്. പിന്നെ ദെൻ ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇത് അങ്ങനെ ഓരോ സൈഡും എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഓരോ സൈഡോട്ട് കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. പിന്നെ കുറെയൊക്കെ നമ്മുടെ ലോജിക്കിനനുസരിച്ചിരിക്കും നമുക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ ഓരോന്നും നിങ്ങൾ കറക്റ്റ് നോക്കുക. നമുക്കറിയാലോ അത് 3D വരുമ്പോൾ ഏത് ഷേപ്പിലായിരിക്കും എങ്ങനെയായിരിക്കും ഉണ്ടാകുക എന്ന് അറിയുന്ന ഷേപ്പുകളാണെങ്കിൽ അത് നോക്കിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ അതിനനുസരിച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ട് ചെയ്യാം. പിന്നെ സിലിണ്ടർ ഭയങ്കര ഈസിയാണ് ചെയ്യാൻ അല്ലേ. സിലിണ്ടർ നമ്മൾ ജസ്റ്റ് ഒരു സർക്കിൾ വരക്കുക, അതിനെ എക്സ്റ്റെൻഡ് ചെയ്യുക അല്ലേ, എന്താ സുഖം, നല്ല ഈസി ആയിട്ട് ചെയ്യാം. ഒരു സിലിണ്ടർ സർക്കിൾ കിട്ടി, എന്നിട്ട് അത് നമ്മൾ എത്ര ഈസി എന്ന് പറഞ്ഞാലും നമ്മൾ ആക്സസ് വരക്കാൻ മറന്നു പോകരുത് കേട്ടോ. രണ്ട് സൈഡിലേക്കുള്ള ആക്സസ് അത് നിങ്ങൾ മറന്നു പോവേ ചെയ്യരുത്. ആക്സസ് 30 ഡിഗ്രി കാണിച്ചിട്ട് പിന്നെ സർക്കിൾ വരച്ചിട്ട് അതിന് നമ്മൾ എന്ത് ചെയ്തു, എക്സ്റ്റെൻഡ് ചെയ്ത് സിലിണ്ടർ ആക്കി. അപ്പോൾ ആ രീതിക്ക് നമുക്ക് ഓരോന്നും അപ്പോൾ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് അല്ല, നമുക്ക് ഈ സിലിണ്ടർ, പെന്റഗൺ, ഹെക്സഗൺ അതിൽ നിന്നൊക്കെ മാറിയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് അല്ലേ. അപ്പൊ ഇത് ചെയ്യാൻ എങ്ങനെയാന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ രണ്ട് വ്യൂസ് തന്നിട്ടുണ്ട് ഇല്ലേ. അപ്പൊ നമ്മളിപ്പോ ഇതില് നമ്മൾ ഏത് സൈഡിൽ നിന്ന് നോക്കുന്നത്, നമ്മളിപ്പോ ഈ ഒരു ഭാഗത്ത് നിന്നാണ് നോക്കുന്നത്, അതായത് നമ്മൾ ഫ്രണ്ടിൽ നിന്നാണ് നോക്കുന്നതെന്ന് വിചാരിക്കുക. ഇപ്പൊ നിങ്ങൾ ഫിഗർ കാണുന്നുണ്ടല്ലോ, അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു വ്യൂ ആണ് നോക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം കാണും, ആ ഒരു ഭാഗമാണ് ഇതിലുള്ളത്. ഇതിപ്പോ നമ്മൾ ഫസ്റ്റ് ബേസ് ലൈൻ കൊടുത്തുട്ടോ. എന്നിട്ട് നമ്മൾ ഈ കാണുന്ന ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഇത് എത്ര ഉണ്ട് നോക്കുക. ഇപ്പൊ നമ്മൾ ഇവിടെ നിന്നാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ആരോ ഒന്നും കൂടെ ക്ലാരിറ്റിയിൽ ഇട്ടുതരാം. ഇങ്ങനെയുള്ള ഒരു വ്യൂ ആണ് നമ്മൾ നോക്കുന്നത്, നമ്മൾ ആ സൈഡിൽ നിന്നിട്ടാണ് നോക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ലൈന് കാണും. അപ്പൊ ആ ലൈൻ ഇതാ നമ്മൾ ഇവിടെ ഇങ്ങനെ ബേസ് ലൈനിന്റെ കൂടെ ഇവിടെ ആ ലൈൻ ഒന്നും കൂടെ മാർക്ക് ചെയ്തു. ശേഷം നമുക്ക് എന്തുണ്ട്, ഇത്രയും ഹൈറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കൊരു ട്രയാങ്കിൾ പോകുന്നുണ്ടല്ലോ.
കണ്ടിന്യൂസ്ലി ഒരു ട്രയാങ്കിൾ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിന്റെ ഹൈറ്റ് എത്രയും നോക്കിയിട്ട് ആ ട്രയാങ്കിൾ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു. ഇതിന്റെ സെന്റർ എടുത്തിട്ട് നമുക്ക് ട്രയാങ്കിൾ മാർക്ക് ചെയ്യാൻ പറ്റും. ഇല്ല ഇങ്ങനെ സെന്റർ എടുത്തിട്ട് ട്രയാങ്കിൾ മാർക്ക് ചെയ്തു ശേഷം പിന്നെ അതിനേക്കാളും നമുക്ക് എന്തുണ്ട് അതിനേക്കാളും ഡയമീറ്ററിൽ നമുക്കൊരു സർക്കിൾ വരുന്നുണ്ട്. അപ്പൊ ആ സർക്കിളിന്റെ ഇത് എത്ര ഉണ്ടെന്ന് നമുക്ക് മെഷർ ചെയ്താൽ കിട്ടുമല്ലോ. അപ്പൊ അത് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അത് നോക്കാം. നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ സർക്കിളിന്റെ ഈ ഭാഗം വരെ നമുക്ക് കാണുമല്ലോ ഇങ്ങനെ ഇത്ര. അപ്പൊ അത് നമ്മൾ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ എലവേഷനിലൊക്കെ വരക്കുന്ന സമയത്ത് പറയലുണ്ടല്ലോ, ഒരു സൈഡിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്കതൊരു സർക്കിളായിട്ട് ഫീൽ ചെയ്യോ? ഇല്ല, നമുക്ക് അതിന്റെ ഒരു സൈഡ് മാത്രം കാണാം. നമുക്ക് അത് എലവേഷനും കൂടി ആകുമ്പോൾ നമ്മൾ വരച്ച് കാണിക്കൽ എങ്ങനെയാണ്, ജസ്റ്റ് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് വരച്ച് കാണിക്കുക. അതായത് ഇപ്പൊ നമ്മൾ ഉണ്ടല്ലോ ഈ സർക്കിളിന്റെ ഇതിലിങ്ങനെ ഒരു കളറിൽ നിങ്ങൾ കൊടുത്തത് കണ്ടോ, ലൈറ്റ് കളറിൽ ഒരു റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ഒരു സ്ക്വയർ ഷേപ്പിൽ അങ്ങനെ കാണിച്ചിട്ടുള്ളത് കണ്ടോ നിങ്ങൾ, ഒരു ലൈറ്റ് കളറിൽ ഡോട്ടഡ് ആയിട്ട്. അത് അപ്പൊ നമ്മൾ ഈ ഒരു ഏരിയയാണ് നമ്മൾ അതിൽ കാണിക്കുന്നത്, ഇത്രയും ഈ ഫ്രണ്ട് ഏരിയ. അതായത് ഇതിൽ നിന്ന് നമ്മൾ ത്രൂ ഔട്ട് കൊണ്ടുവന്ന നമുക്ക് കിട്ടുന്ന ഈ ഇത്ര ഏരിയയാണ് നമ്മൾ ഇതില് ഫ്രണ്ട് എലവേഷനിൽ നമ്മൾ കാണിക്കുന്നത്, അല്ലെ ഫ്രണ്ട് വ്യൂവിൽ നമ്മൾ കാണിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതിന്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ. അപ്പൊ ഹൈറ്റും കാര്യങ്ങളും നോക്കിയിട്ട് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇത് രണ്ടും തന്നിട്ടായിരിക്കും നമ്മോട് 3D വരക്കാൻ പറയുന്നത്. അപ്പൊ പല രീതിയിലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഓക്കെ, നമുക്ക് ഫ്രണ്ട് വ്യൂ കിട്ടി. നമുക്ക് എന്ത് ചെയ്തു, ഫ്രണ്ട് വ്യൂവിൽ നമ്മൾ ആ ഒരു ട്രയാങ്കിൾ വരച്ചു, പിന്നെ ആ ഒരു റെക്റ്റാങ്കിളും വരച്ചു. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ബാക്കിയാണ്. അപ്പൊ നമുക്കൊരു സൈഡായി. ഇനി നമുക്ക് ടോപ്പ് വ്യൂ എങ്ങനെ വരിക എന്നുള്ളത് അറിയണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കണ്ടിന്യൂസ്ലി ഉള്ള ഒരു സർക്കിൾ ഉണ്ടല്ലോ, അപ്പൊ ഈ സർക്കിൾ വരച്ചു. അതായത് ഈ വലിയ സർക്കിൾ, ഇതിൽ കാണിച്ചിട്ടുള്ള ഈ വലിയ സർക്കിൾ നമ്മൾ വരച്ചു. ഈ വലിയ സർക്കിളാണ് ഇതിൽ ഏറ്റവും സൈസ് ഉള്ളത് ഈ വലിയ സർക്കിൾ. അപ്പൊ നമ്മൾ മേലെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ ഈ വലിയ സർക്കിൾ ആണല്ലോ. ബാക്കി നമുക്ക് പിന്നെയാണ് കാണുന്നത്. അപ്പൊ നമ്മൾ ഇപ്പം മേലെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു കട്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ വലിയ സർക്കിൾ കാണാം. ഈ സർക്കിളിന്റെ സൈസ് കൊണ്ട് നമുക്ക് താഴെയുള്ള ഈ ഷേപ്പ് കാണുമോ? ഇല്ല. അപ്പൊ നമ്മൾ ഈ വലിയ സർക്കിൾ കാണിച്ചു. പിന്നെ then നമുക്ക് എന്ത്, ഇതിലുള്ള ഈ ട്രയാങ്കിളിന്റെ ഔട്ടർ കാണിക്കണം. അപ്പൊ ട്രയാങ്കിളിന്റെ ഔട്ടർ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു ട്രയാങ്കിളിന്റെ ഷേപ്പ് ഇങ്ങനെ കാണിച്ചു. ഇങ്ങനെയുള്ള ഒരു ഷേപ്പിനെ നമ്മൾ കോണാക്കി എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് ട്രയാങ്കിൾ കിട്ടുന്നത്. സ്ക്വയറിനെ അല്ലെങ്കിൽ റെക്റ്റാങ്കിളിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് കിട്ടുന്നത്. നമ്മൾ ആ ഒരു ട്രയാങ്കിൾ സ്ക്വയർ കാണിച്ചു. പിന്നെ ഇതിലുള്ള ഈ മേലെയുള്ള മിനി സ്ക്വയറും കൂടെ കാണിക്കാം. കാരണം നമുക്ക് താഴെ ഉണ്ട്. ഈ ഒരു വ്യൂന്ന് നമുക്ക് മനസ്സിലാകും. ഇപ്പൊ നമുക്ക് ഈ ഒരു 3D തന്നിട്ടില്ല. ഈ ഒരു 3D നമുക്ക് ഇങ്ങനെ ഒരു സംഭവം തന്നിട്ടേ ഇല്ല എന്ന് വിചാരിക്കുക നിങ്ങൾ. ഇങ്ങനെ ഒരു സംഭവം നമുക്ക് ഇല്ല കേട്ടോ. ഇതില്ല, നമുക്ക് ഓൺലി 2D മാത്രമേ തന്നിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് നമ്മുടെ അതിന് 3D വരക്കാൻ പറഞ്ഞു. അപ്പൊ എങ്ങനെ വരക്കാന്ന് വെച്ചാല്, ഇപ്പൊ നമുക്ക് ഫസ്റ്റത്തെ നമ്മൾ ഫ്രണ്ട് വ്യൂ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ. ഫ്രണ്ട് വ്യൂവിൽ ഒരു ട്രയാങ്കിൾ പിന്നെ ഒരു ഷേപ്പും തന്നിട്ടുണ്ട് എന്നുള്ള നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, അപ്പൊ നമുക്ക് മനസ്സിലായി ഇതിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള എന്തോ ഒന്നുണ്ട്, പിന്നെ ഒരു ഇങ്ങനെ ഒരു സംഭവം ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ എന്തോ ഒന്ന് തന്നിട്ടുണ്ട് എന്നുള്ള മനസ്സിലായി. പിന്നെ നമ്മൾ സെക്കൻഡ് ടോപ്പ് വ്യൂയിലേക്ക് വരുമ്പോൾ നമുക്ക് വലിയൊരു സർക്കിൾ ഉണ്ട്. അപ്പൊ ഈ സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഇതിന്റെ അതേ ഏരിയയിൽ എൻഡ് ചെയ്യുന്ന രീതിയിലല്ലേ. അപ്പൊ നമുക്കത് മനസ്സിലാക്കാം, ഓ ഈ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത് അത് സർക്കിൾ ആണ്. പിന്നെ then വരുന്ന നമ്മൾ ഈ ട്രയാങ്കിളിന്റെ അതേ ഏരിയ ഇവിടെ ലേബൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഇത് അതിന് താഴെ വരുന്നതായിരിക്കും. കാരണം ഇതിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഈ ട്രയാങ്കിളിന്റെ സെന്ററിലൊക്കെ ആയിട്ടാണല്ലോ നമ്മൾ ഈ സർക്കിളിന്റെ ഏരിയ കാണിച്ചിട്ടുള്ളത് ഹൈറ്റ് ബേസിൽ കാണിക്കുമ്പോൾ. ടോപ്പ് വ്യൂ നമ്മൾ പ്ലാനും ഇതിൽ നമ്മൾ എലവേഷനും ആയിട്ടല്ലേ നമ്മൾ കാണിക്കുന്നത്. അങ്ങനെയല്ലേ നമ്മൾ കാണിക്കുക. ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെ പ്ലാൻ അല്ലേ. അപ്പം അതുണ്ട്. പിന്നെ ഒരു ചെറിയൊരു ട്രയാങ്കിളും കൂടെ ഇതിൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം ഇങ്ങനെ ട്രയാങ്കിൾ ആണെന്നുള്ള എങ്ങനെ മനസ്സിലാക്കുക, ഇതിൻ്റെ ഉള്ളിൽ കട്ടൗട്ട് ഇട്ട് കണ്ടില്ലേ നിങ്ങൾ, ഡോട്ടഡ് ആയിട്ട് കട്ടൗട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് മനസ്സിലാകും. പിന്നെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് വരക്കാൻ പറ്റും. ഇതിപ്പോ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകും നമ്മൾ ഐസോമെട്രിക് എന്താണ് പെട്ടെന്ന് മനസ്സിലാകാന്. അപ്പൊ എന്താ, എത്ര ചിന്തിച്ചാൽ മതി. ഫസ്റ്റ് നമ്മൾ ടോപ്പ് വ്യൂ പ്ലാന്. അപ്പൊ പ്ലാനിൽ ഒരു സർക്കിൾ ഉണ്ട്, പിന്നെ അതിന്റെ ഉള്ളിൽ 2 സ്ക്വയർ ഉണ്ട്, അതിന്റെ ഉള്ളിൽ കട്ടൗട്ട് ത്രൂല് ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് റെക്റ്റാങ്കിൾ ഷേപ്പ് ആയിരിക്കും. അത് ജോയിൻ ചെയ്ത് സെന്ററിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ അതെന്താണ്, അത് റെക്റ്റാങ്കിൾ ഷേപ്പ് ആയിരിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് ഈ സർക്കിൾ ബേസ് ആയിട്ട് കൊടുത്തിട്ട് ബാക്കി ട്രയാങ്കിൾ മേലേക്ക് പൊക്കാനാണോ അല്ല എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രണ്ട് എലവേഷൻ വരയ്ക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് എലവേഷൻ വരച്ചപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ആ ട്രയാങ്കിളിനെ നമ്മൾ ത്രൂലി ഹൈറ്റിൽ വരച്ചിട്ട് ഒരു സെൻറ്ററിലൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ സർക്കിളിന്റെ ഇത് കാണിച്ചിട്ടുള്ളത്, ഫിഗർ കാണിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം 30 സെന്റിമീറ്റർ ഹൈറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ സർക്കിൾ സെൻറ്ററിലാണ് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഒരു ആക്സസ് കാണിച്ചു ഇല്ലേ. നമ്മൾ എപ്പോഴും ഒരു ഹൊറിസോണ്ടൽ ലൈൻ ആക്സസ് കാണിച്ചു, 30 ഡിഗ്രി രണ്ട് സൈഡിലേക്കും ആംഗിൾ ഇട്ടു.
എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആ സർക്കിളിന്റെ ഏരിയ എത്രയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അത് നോക്കിയിട്ട് വരച്ചു. പിന്നെ നമ്മൾ ഈ ട്രയാങ്കിൾ ത്രൂ ഔട്ട് താഴേക്ക് 30 ഉണ്ട്, ഇവിടെ താഴേക്ക് 30 ഉണ്ട്, അതുപോലെ മേലക്കും 30 ഉണ്ട് അല്ലേ. അപ്പൊ താഴത്തെ 30 കാണിക്കാം, മേലത്തെ 30 കാണിക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഓരോ ഏരിയ ഈ സർക്കിളിന്റെ ഡയമീറ്റർ എത്രയാണെന്നുള്ളതൊക്കെ നമുക്ക് 2D വ്യൂവിൽ തരുമല്ലോ. അതൊക്കെ നോക്കിയിട്ട് നമ്മൾ 3Dയിലേക്ക് മാറ്റുക. ഇനി ഇത് നോക്കുകയാണെങ്കിൽ, ഇങ്ങനെ ഒരു കേസിൽ നോക്കുകയാണെങ്കിൽ നോക്കുക, ഒരു സിലിണ്ടറും ഒരു ഒരു സ്ക്വയർ ഷേപ്പ് അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ഷേപ്പ് ഒക്കെ ആണെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ചു നോക്കുകയാണ്. ഇപ്പൊ ഇതിലായാലും നമുക്ക് ടോപ്പ് വ്യൂ അതുപോലെ തന്നെ ഫ്രണ്ട് വ്യൂ തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ ചെയ്യുമ്പോൾ എന്താ, a square plate is passed through centrally by a cylinder which comes out equally from both faces of plate. ഒരു പ്ലേറ്റിന്റെ രണ്ട് സൈഡിലേക്കും ഈക്വലി ആയിട്ടാണ് അതിന്റെ ഇത് വന്നിട്ടുള്ളത് അല്ലേ, ആണ്. അപ്പൊ എന്ത് ചെയ്യാം നമുക്ക്, അപ്പൊ അതിനെ നമ്മള് ഇപ്പൊ അതിന്റെ പ്ലാൻ നോക്കാം, ടോപ്പ് വ്യൂ നോക്കാം. അപ്പൊ നമ്മളിപ്പോ ഇവിടെ തന്നെയാണ് നോക്കുന്നത്, അതായത് നമ്മളിപ്പോ ഈ ഒരു ഏരിയയിൽ നിന്ന് ഇങ്ങോട്ടേക്കാണ് നോക്കുന്നത് അല്ലേ. നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എന്താ കാണുന്നത്, ഈ ഒരു സർക്കിൾ കാണും, ഈ ഒരു സിലിണ്ടറിന്റെ സർക്കിളും കാണും, ഈ ഒരു ഷേപ്പും കാണും, നമുക്ക് സ്ക്വയർ ഷേപ്പും കാണും. അപ്പൊ അതാണ് നമ്മൾ വരക്കുന്നത്. താഴെയുള്ള സിലിണ്ടർ നമുക്ക് കാണുമോ, കാരണം എന്താണ്, ഇത് സൈസ് കൂടുതലാ, അപ്പൊ നമ്മൾ കാണില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ആ സർക്കിളും വരച്ചു, പിന്നെ നമ്മൾ കാണുന്ന ആ സ്ക്വയറും വരച്ചു. പിന്നെ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കാൻ, ഇപ്പൊ നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്നാണ് നോക്കുന്നത്, ഇങ്ങനെയാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാണും, ഈ ത്രൂ ഔട്ട് ഈ സിലിണ്ടറിന്റെ ഒരു സൈഡ് കാണും. അപ്പൊ നമുക്കത് കാണുമ്പോൾ നമ്മൾ എലവേഷനിൽ നമ്മൾ കർവ് കാണിക്കോ ഇല്ല. അപ്പൊ നമ്മൾ നേരെ എന്ത് ചെയ്തു, സിലിണ്ടറിനെ നമ്മളൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലോട്ട് മാറ്റി. പിന്നെ നമുക്ക് സ്ക്വയർ ടൈപ്പ് വരുന്നുണ്ട്, അപ്പൊ സ്ക്വയറിന്റെ ലെങ്ത് എത്ര നോക്കിയിട്ട് അത് നമ്മൾ കാണിച്ചു. അപ്പൊ അത്രേ ഉള്ളൂ ഫ്രണ്ട് എലവേഷന്. അപ്പൊ ഇപ്പൊ ഇത് മനസ്സിലായില്ലേ, ഇത് നമുക്ക് ഈസിലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ഓക്കെ അല്ലേ. ഇപ്പൊ ഇത് നോക്കി നിങ്ങൾ, ഫ്രണ്ട് എലവേഷനും ടോപ്പ് വ്യൂ നോക്കുമ്പോൾ മേലെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് എന്താണ്, ഒരു സിലിണ്ടറിന്റെ ആ സർക്കിളും കാണും, പിന്നെ നമ്മളെ സ്ക്വയറിന്റെ ആ ഒരു ചുറ്റുവട്ടവും കാണും. പിന്നെ നമ്മൾ ഫ്രണ്ട് എലവേഷനിലേക്ക് വരുമ്പോൾ നമുക്ക് എന്താണ്, താഴെ സിലിണ്ടറിന്റെ 30 ഉണ്ട്, പിന്നെ സെൻട്രല് ഈ സ്ക്വയറിന്റെ 10 സെന്റിമീറ്റർ, പിന്നെ മേലേക്ക് വീണ്ടും 30. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ത്, ഇത് ഈ സർക്കിൾ വരുന്നത് ഇതിന്റെ സെൻട്രലാണ്, അല്ല സോറി സർക്കിൾ അല്ല, ഈ സർക്കിളിന്റെ ഡയമെൻഷൻ ആണല്ലോ ഇപ്പൊ നമ്മൾ ടോപ്പ് വ്യൂ പറയുമ്പോൾ, അതായത് ഇതാ ഈ ഒരു ഡയമെൻഷൻ ആണല്ലോ ഇത്. അപ്പൊ ഇത് ത്രൂ ഔട്ട് വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ വരുന്നുണ്ട്, ഇത് ഇങ്ങനെ വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. പിന്നെ ഇതിൽ എന്താ വരുന്നത്, ഒരു റെക്റ്റാങ്കിൾ ഷേപ്പും കൂടെയാണ് വരുന്നത്. അപ്പൊ അത് വരുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ളതും കൂടെ ഊഹിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റിലാകുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകും, പിന്നെ അത് അറിഞ്ഞിരുന്നാൽ മതി, നിങ്ങൾ ചെയ്ത് അങ്ങനെ നമുക്ക് ഒരുപാട് ആവശ്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ അറിഞ്ഞിരുന്നാൽ മതി. ഇതിപ്പോ നമുക്ക് ഓരോ സിമ്പിൾ ആയിട്ടുള്ള ഷേപ്പുകൾ എടുത്തു എന്നുള്ളൂ. നമുക്ക് നമ്മള് കേസിൽ വരുമ്പോൾ, ഇന്റീരിയർ കേസുകളിൽ വരുമ്പോൾ നമുക്ക് ഇന്റീരിയർ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ ചെയ്യാനുണ്ടാകുക. ഇനി നിങ്ങൾ ഈ ഒരു ഫിഗർ നോക്കിട്ടോ, ഇതിലിപ്പോ അതാ നമുക്ക് കാണുന്ന ടോപ്പ് വ്യൂ എങ്ങനെയായിരിക്കും. ടോപ്പ് വ്യൂവിൽ ഇതിൽ നമുക്ക് രണ്ട് സർക്കിൾ ആയിട്ടായിരിക്കും കാണുക. അപ്പൊ മേലെ ഒരു സർക്കിൾ ഉണ്ട്, കൂടാതെ ഇതിൽ കട്ട് ചെയ്ത് ഒരു പീസ് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് ഈ ഒരു ഷേപ്പിൽ. അപ്പൊ നമുക്ക് ഈ രണ്ട് ലൈൻസും കാണിക്കണം. അപ്പൊ നമ്മളെ പ്ലാനിൽ എങ്ങനെയായിരിക്കും നമ്മൾ നോക്കുമ്പോൾ, ആ ചെറിയ സർക്കിള്, എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ കട്ട് ചെയ്ത ഈ രണ്ട് ലൈൻസ് കാണും. പിന്നെ നമുക്ക് ഈ വലിയൊരു സർക്കിളും കാണിക്കണം അല്ലേ. അപ്പൊ വലിയ സർക്കിളും കാണിച്ചു. ഓക്കെ, വലിയ സർക്കിളും കാണിച്ചു. ഇനി നമുക്ക് ഇതിന്റെ ഫ്രണ്ട് വ്യൂ വരക്കണം. അപ്പൊ നമ്മൾ പ്ലാൻ ആയി, ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഒരു ഫ്രണ്ട് വ്യൂ കൂടെ കിട്ടണം. അപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് പ്ലാനും ഫ്രണ്ട് വ്യൂ തന്നാലേ നമുക്ക് 3Dക്ക് മാറ്റാൻ പറ്റുള്ളൂ, ഐസോമെട്രിയിലേക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഇനി ഇതിന്റെ ഫ്രണ്ട് വ്യൂ എങ്ങനെയായിരിക്കും നോക്കാം. നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ഈ സൈഡും നമുക്ക് കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഡോട്ടഡ് ആയിട്ട് രണ്ട് സൈഡും കാണിച്ചു. ഇതിന്റെ സെന്റർ ത്രൂ ഔട്ട് ഇങ്ങനെ സെന്റർ മാർക്ക് ചെയ്തു. പിന്നെ നമുക്ക് വരുന്ന എന്താണ്, ഇതിപ്പോ ഈ ഔട്ടർ സർക്കിൾ ആയിട്ട് കാണിച്ചതാണ് കേട്ടോ, നമ്മളിങ്ങനെ ഡോട്ടഡ് ആയിട്ട് കാണിച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് വരുന്നത് ഈ ഇന്നർ സർക്കിളിന്റെ പ്രൊജക്ഷൻ ആണ്. അതായത് നമ്മൾ നേരെ ഇന്നർ സർക്കിളിന്റെ ഏരിയ നോക്കിയിട്ട് പൊക്കി, എന്നിട്ട് ഇതിന്റെ ഹൈറ്റും കാര്യങ്ങളും നമുക്ക് എത്രയെന്ന് തരും. അപ്പോൾ 40 ആണെങ്കിൽ നമ്മൾ 40 ചെയ്തു. എന്നിട്ട് നമുക്ക് ഈ ഒരു സംഭവം മേലത്തെ രണ്ടാമത്തെ സിലിണ്ടറിന്റെ ഒരു ഗ്രൈൻഡർ പറയല്ലേ നമ്മൾ മിക്സിന്റെ, അതുപോലൊക്കെ ഇല്ലേ. അപ്പൊ ഇതും കൂടെ കാണിക്കാം. അപ്പൊ ഇതിന്റെ കട്ടിങ് കാണിക്കണം നമുക്ക്. അപ്പൊ അങ്ങനെ കട്ടിങ് എത്ര ഉണ്ട് അതും കാണിച്ചു തന്നു. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് 3D ചെയ്തുകൂടെ. അപ്പൊ ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ വെച്ചിട്ട് നമുക്ക് 3D ഇല്ലേ, ഈ സംഭവം നമുക്ക് തന്നിട്ടേ ഇല്ല കേട്ടോ. ഇങ്ങനെ ഒരു സാധനം നമുക്ക് കിട്ടിയിട്ടേ ഇല്ല, നമുക്ക് ഈ രണ്ട് വ്യൂസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ അത് രണ്ടും വെച്ചിട്ട് നമുക്ക് 3Dയിലോട്ട് മാറ്റിക്കൂടെ.
ഓ മാറ്റല്ലേ, പിന്നെ എന്താ പ്രശ്നം? ഈസി ആയിട്ട് മാറ്റിക്കൂടെ? ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂവും കിട്ടിയാൽ അല്ലെങ്കിൽ പറഞ്ഞാൽ അപ്പം നമുക്ക് അറിയാം, നമുക്കൊരു ചെറിയ സർക്കിൾ തന്നു, അതിനുള്ളിൽ 2 ലൈൻസ് കട്ടിങ് ഉണ്ട്, പിന്നെ അതിന് മേലെ വലിയൊരു സർക്കിളും കൂടെ ഉണ്ട്. അതിന് ഏരിയ തന്നിട്ടുണ്ട്, ഒന്ന് 30 ഡയമീറ്റർ ആണ്, ഒന്ന് 50 ഡയമീറ്റർ ആണ്. അത് നമുക്ക് ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ നമ്മൾ കണ്ടു 40 സെന്റിമീറ്റർ ആണ് ഹൈറ്റ്, രണ്ടാമത്തെ വരുന്നത് 40 സെന്റിമീറ്റർ ആണ്. എന്നിട്ട് 40 കഴിഞ്ഞിട്ട് നമുക്കൊരു സെപ്പറേഷൻ ഉണ്ട്, എന്നിട്ട് പിന്നെ കുറച്ച് 20 കഴിഞ്ഞിട്ട് ഒരു കട്ടിങ് ഉണ്ട്, 10 സെന്റിമീറ്റർ ആണ്. ആ കട്ടിങ്ങിന്റെ വിടുത്ത് ഒക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ഐസോമെട്രിക്കിൽ വരക്കാണ്. നമ്മൾ ആദ്യം ലൈൻ ഇട്ടു, 2 സൈഡിലോട്ടും 30 മാർക്ക് ചെയ്തു, 30 ഡിഗ്രി മാർക്ക് ചെയ്തു 2 സൈഡിലോട്ടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ വലിയ സർക്കിൾ, ഈ വലിയ ഫസ്റ്റ് 50 ഡയമീറ്റർ വരുന്ന സർക്കിൾ ഉണ്ടല്ലോ, അത് നമ്മൾ സ്കെയിലിൽ എടുത്തിട്ട് നമ്മൾ ആ സർക്കിൾ മാർക്ക് ചെയ്തു, കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്തു. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മളെ ഫ്രണ്ട് വ്യൂവിൽ കാണുന്ന ഈ ഹൈറ്റ്, അപ്പൊ അത് ആ ഹൈറ്റ് എത്ര ഉണ്ട്? 40 ഉണ്ട്. അപ്പൊ നമ്മൾ ആ 40 വരച്ചു. 40 വരച്ചു. എന്നിട്ട് നമുക്ക് ഇതിന്റെ ഡയമീറ്റർ എത്ര ഉണ്ട് നോക്കുക. അപ്പൊ ആ ഡയമീറ്റർ നോക്കിയിട്ട് അത് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു. എന്നിട്ട് നമുക്ക് വീണ്ടും ഒരു 40 ആണ് നമുക്ക് വരുന്നത്. അപ്പൊ 40, അപ്പൊ 40ൽ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് 20 സെന്റിമീറ്റർ കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ട്? ഈ 10 അതിന്റെ കട്ടിങ്ങിന്റെ വിടുത്ത് എന്ന് പറഞ്ഞത്. അപ്പം ഇതിന്റെ ടോട്ടൽ വിടുത്തിന്റെ സെന്റർ എടുത്തിട്ട് 2 സൈഡിലേക്കും 5/5 കട്ടിങ് എടുത്തിട്ട് ഇതാ ഇങ്ങനെ നമുക്ക് കാണിക്കണം അല്ലേ? ഇതാ ഈ രീതിക്ക് ഇങ്ങനെ വരും. ഇത് നമ്മൾ 3D വരക്കുമ്പോൾ മാറും. ഞാൻ ജസ്റ്റ് ഒന്ന് എങ്ങനെയാണ് മനസ്സിലാകുക എന്നുള്ളതൊന്ന് വരച്ചതാട്ടോ. അപ്പൊ ആ രീതിക്ക് നമുക്ക് ചെയ്തുകൂടെ? ഈസി ആയിട്ട് ചെയ്യാൻ പറ്റില്ലേ? ആ, നിങ്ങൾ ഡൗട്ട്സ് എന്തൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോണ്ടു. ഇത് ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓഫ്ലൈൻ ക്ലാസ്, നമ്മളിങ്ങനെ ഒരു റെക്കോർഡ് ക്ലാസ് ആകുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ആപ്റ്റ് ആകും, എത്ര മനസ്സിലാകും എന്നുള്ളത് അറിയില്ല. കാരണം നമ്മളിത് ഇങ്ങനെ പ്രാക്ടിക്കലായിട്ട് ഷീറ്റിൽ ഇങ്ങനെ ചെയ്യുന്ന സംഭവങ്ങളല്ലേ. അപ്പൊ അത് നമ്മളിങ്ങനെ ഓൺലൈനായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം അത് മനസ്സിലാകും എന്നുള്ളതിൽ ഒരു ടാസ്ക് തന്നെയാണ്. എന്തായാലും നിങ്ങൾ നോക്കുക, പിന്നെ നിങ്ങൾ റെഫർ ചെയ്തൊക്കെ നോക്കുക. നമ്മളിങ്ങനെ ഗൂഗിളിൽ നിന്നായാലും ഇതിലായാലൊക്കെ റെഫർ ചെയ്ത് നോക്കുക. ചെറിയ ആൽഫബറ്റ്സ് ഒക്കെ നമ്മളുണ്ടല്ലോ 3D ഒക്കെ വരക്കുമല്ലോ, ABCD AF അങ്ങനെയുള്ളതൊക്കെ. അപ്പൊ അതുപോലെയൊക്കെയുള്ള സംഭവങ്ങളാണ്. പക്ഷെ ഇതാകുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കട്ടിങ്ങും കാര്യങ്ങളും വരുമ്പോൾ ഞാൻ അങ്ങനത്തെ ഫിഗേഴ്സ് ആഡ് ചെയ്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒന്നും കൂടെ ഒന്ന് മനസ്സിലാകാൻ. കോംപ്ലിക്കേറ്റഡ് ഫിഗേഴ്സ് ആകുമ്പോൾ നമുക്ക് സിമ്പിൾ ഫിഗേഴ്സ് കാണുമ്പോൾ ഈസി ആയിട്ട് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഫോട്ടോസൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ ബേജാറാവണ്ട കേട്ടോ, പേടിക്കണ്ട. അങ്ങനെയല്ല, ഇത് ഭയങ്കര റിസ്ക് ആണെന്നൊന്നും വിചാരിക്കണ്ട. അപ്പൊ ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ നമുക്ക് ഐസോമെട്രിക് ഏകദേശം ഇങ്ങനെ നമ്മൾ 2D ന്ന് 3D ലേക്ക് മാറ്റിയ ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ ഒക്കെ നോക്കിയിട്ട് നമുക്ക് 3D വരക്കാൻ പറ്റും എന്നുള്ളതിന് അങ്ങനെ ഒരു മനസ്സിലാക്കിയിരിക്കുക. പിന്നെ ഇനി നമുക്ക് നമ്മളെ പ്രോജക്റ്റ് എല്ലാവരും എന്ത് ചെയ്യുക, ഏറ്റവും മിനിമം പെട്ടെന്ന് തന്നെ ഈ ഫ്രൈഡേക്ക് നമുക്ക് ലൈവ് ക്ലാസ്സിൽ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പം മാക്സിമം ബെറ്റർ ആക്കിയിട്ട് തന്നെ ചെയ്യാൻ നോക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമുക്കത് കഴിഞ്ഞിട്ട് വേണം സോണിങ് തുടങ്ങാൻ, ബബിളിങ് കോൺസെപ്റ്റ്, പിന്നെ നമുക്ക് ഏരിയ കാൽക്കുലേഷൻസും കാര്യങ്ങളും ഒക്കെ ചെയ്യാനുണ്ട്. ഓക്കെ. പിന്നെ എന്താ, നമ്മള് സൈറ്റ് വ്യൂവിൽ സൈറ്റ് അനാലിസിസിന്റെ ഷീറ്റിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് വരക്കുമ്പോൾ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാകും. ഞാൻ ഐസോമെട്രിക്കിന്റെ കേസിൽ എന്താ നമുക്കൊരു വർക്കായിട്ട് എന്താ പറയാനുള്ള വെച്ചാൽ, ഇപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞതൊക്കെ ഉണ്ടല്ലോ, ജസ്റ്റ് സ്കെച്ച് ചെയ്തിട്ട് ഇട്ടോണ്ട് കേട്ടോ. നിങ്ങൾ ഇപ്പൊ ഇതിലുള്ള ഫിഗേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് സ്കെച്ച് ചെയ്യുക. എല്ലാം വേണമെന്നില്ല, ഇതിലുള്ള ഒരു 2 സ്കെച്ച് ചെയ്യുക. പിന്നെ നിങ്ങളത് മീൻസ് നിങ്ങൾ റെഫർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഓക്കെ ആവുന്ന 2 ഫിഗറും കൂടെ എക്സ്ട്രാ സ്കെച്ച് ചെയ്യുക. അങ്ങനെ ടോട്ടൽ 4 സ്കെച്ചസ് ആണ് കേട്ടോ, 4. പെൻസിലിട്ട് കറക്റ്റ് ഡയമെൻഷനിൽ സ്കെയിൽ ചെയ്തിട്ട് ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ ഒക്കെ കാണുന്ന രീതിയിലുള്ള തന്നെ സ്കെച്ച് ചെയ്തിട്ട് അയക്കണം. ഓക്കെ. ഇന്നലെ ക്ലാസ് കേട്ടിട്ട് ഇന്നലെ അത് അയക്കണം, എന്നാലേ നിങ്ങൾക്ക് ഒരു സീരിയസ്നെസ് ഉണ്ടാകുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, 2 നമ്മളെ ഈ സ്ലൈഡിലുള്ളതും പിന്നെ 2 നിങ്ങളായിട്ട് റെഫർ ചെയ്തിട്ട്, ഈ സിമ്പിൾ ആയിട്ടുള്ള സംഭവങ്ങൾ നോർമൽ ബോക്സ് ഒന്നും പറ്റില്ല. ഇതുപോലെയുള്ള ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന ആ ടൈപ്പിലുള്ള അങ്ങനത്തതോ അല്ലെങ്കിൽ വേറെ പല രീതിയിലുള്ള നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ളത് നോക്കിയിട്ട് തന്നെ വരക്കുക, എന്നിട്ട് അയക്കുകയും ചെയ്യണം കേട്ടോ. കറക്റ്റായിട്ട് നോട്ടിൽ വരച്ചിട്ട് അയച്ചു തന്നാൽ മതി. ഓക്കെ. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യണം. പിന്നെ എന്ത് ചെയ്യുക, നമ്മളെ ഷീറ്റൊക്കെ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തുടങ്ങാം. നമുക്കത് ഇനി അധികം ടൈമില്ല, അതാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നത് കേട്ടോ. എന്നാലും പിന്നെ നിങ്ങൾ അത് കഴിഞ്ഞാലേ നമുക്ക് മറ്റേ നെക്സ്റ്റ് ഷീറ്റ് സ്റ്റാർട്ട് ചെയ്യാനും പറ്റുള്ളൂ. ഇപ്പം നിങ്ങൾ സൈറ്റ് അനാലിസിസിന്റെ ഷീറ്റ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മളെ ബാക്കി ഷീറ്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പൊ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കട്ടോ, നിങ്ങൾ പെട്ടെന്നാക്കാൻ നോക്കട്ടോ. പിന്നെ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കുകയോ ചെയ്യരുത്. നമുക്ക് പെട്ടെന്ന് തീർക്കാം. എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കരുത്. കാരണം നിങ്ങൾ ഡൗട്ട്സ് ചോദിക്കാൻ നമ്മൾ ഏത് സമയത്താണെങ്കിലും പറഞ്ഞു തരും. അതാണ് വീണ്ടും പറയുന്നത്. മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞ ഒരു വർക്കും നിങ്ങൾ ചെയ്യാതിരിക്കരുത്, ഒരു കാര്യം ചെയ്യാണ്ടിരിക്കരുത്. പലർക്കും പല ക്യാപ്പബിലിറ്റി ആയിരിക്കും മനസ്സിലാക്കി എടുക്കാനും അതുപോലെ തന്നെ ചെയ്യാനൊക്കെ.
അപ്പൊ നിങ്ങൾ മനസ്സിലാകത്തില്ലെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ മനസ്സിലായ രീതിയിൽ ചെയ്യുക. പിന്നെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിന് മുന്നേ ചോദിക്കുക. ഒന്നും ചെയ്യാതെ എനിക്കത് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞിരുന്നാൽ അത് നമുക്കൊരു എക്സ്ക്യൂസ് ആയിട്ട് നമുക്ക് ഒരിക്കലും പരിഗണിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യുക, പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക. ഐസോമെട്രിക്കിൽ രണ്ട് സ്കെച്ച്, പിന്നെ ഗൂഗിളിൽ നിന്ന് എക്സ്ട്രാ 2 സ്കെച്ചസ് ഗൂഗിളിൽ നിന്ന് റെഫർ ചെയ്തിട്ട് നമുക്ക് മനസ്സിലാകുന്ന 2 സ്കെച്ചസും ചെയ്യുക. പിന്നെ തന്നെ ഈ ഫ്രൈഡേ നമുക്ക് എന്ത് ചെയ്യണം, നമ്മളെ മൂഡ് ബോർഡിന്റെ പ്രസന്റേഷനും ഉണ്ടാകും, അതുപോലെ തന്നെ സൈറ്റ് അനാലിസിസിന്റെ കറക്റ്റ് ആയിട്ട് ചെയ്യട്ടോ. അതിൽ നിങ്ങളിപ്പോൾ അങ്ങനെ ബട്ടർ ഷീറ്റിലാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ ഭയങ്കരമായിട്ട് നിങ്ങൾ ചെയ്യണമെന്നൊന്നുമില്ല, നമുക്ക് ഫൈനൽ ഷീറ്റാണ് കൂടുതൽ ഭംഗിയാക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഓക്കെ, ഇനി എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു. ചെയ്തിട്ടുള്ളോ? സോറി.